ഹേ ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കോളേജിലെ ഫ്രഷേഴ്സ് ഡേ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. നിങ്ങളും ഉണ്ടാവണേ. അപ്പം നമുക്ക് പരിപാടിയിലേക്ക് പോയാലോ. നമ്മളിപ്പോൾ ഉള്ളത് ഓഡിറ്റോറിയത്തിലാണ്. ഇപ്പോൾ നടക്കുന്നത് പ്രോഗ്രാം ഇനാഗ്രേഷൻ ആണ്. ഇത് കഴിയുന്നവരെയുള്ള നിങ്ങളൊക്കെ കൃഷിയോടിരിക്കുകയായിരുന്നു. അത്രത്തോളം നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് പര്യാപ്തരാവും എന്നുള്ളത് തന്നെയാണ്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി, നല്ലൊരു ബലൂണൊക്കെ വെച്ച് ഗായ്സ്, ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സാണ്. ഹർഷയും അനഘയും രണ്ടുപേരും നല്ല വൈബാണ് കേട്ടോ. ഇത് ഞങ്ങളെ സംസ്കൃതം പഠിപ്പിക്കുന്ന KK സാറാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് സാറിനെ. പ്രസന്നമല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ അധികം സംസാരിച്ച് സമയം കളയേണ്ട, നിങ്ങളൊന്ന് വേദി വിട്ടുതാ എന്നൊരു ഇതായിരിക്കാം. എന്തായാലും ഇത് തുടർന്ന് അങ്ങോട്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്ന ഒരു പ്രവർത്തനമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വെൽക്കം ജൂനിയർ എന്ന് എഴുതിയൊരു കാർഡിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ പിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ. അപ്പോൾ ചിലർക്ക് കിട്ടിയത് വെൽക്കം എന്ന് എഴുതിയൊരു കാർഡായിരുന്നു. അപ്പോൾ ആ കാർഡ് കിട്ടിയവരെയാണ് സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുള്ളത്. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതിനാൽ ഞാൻ വോയിസ് മോഡ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു പ്രപ്പോസൽ ടാസ്ക് ആണ് കേട്ടോ. നല്ല രസമായിരുന്നു ഈ ടാസ്ക് കണ്ടുകൊണ്ടിരിക്കാൻ. അടുത്തത് ഒരു അടിപൊളി ടാസ്ക് ആയിരുന്നു. അപ്പോൾ നമുക്ക് ടാസ്ക് കണ്ടാലോ. ഇനി ഈ സാരി സുന്ദരികള് ഇവിടെ ഒരു ഫാഷൻ ഷോ കാണിക്കുന്നത്. ഉടുത്തു കൊടുത്ത ആൾക്കാർ അവരുടെ കൂടെ നടക്കണേ. അടുത്തത് എൻ്റെ ഫ്രണ്ട് അശ്വതിയുടെ പാട്ടായിരുന്നു. Thank you.
ടാസ്ക് വന്നു. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി ഇതെൻ്റെ ഫ്രണ്ട് അൽക്കയാണ് കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഫുഡൊക്കെ സീനിയേഴ്സിൻ്റെ വകയായിരുന്നു. അപ്പോൾ ഫുഡ് പൊറാട്ടയും ചിക്കൻ കറിയായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് വരാം ഗായ്സ്. ലഞ്ച് ബ്രേക്കിന് ശേഷം വീണ്ടും പ്രോഗ്രാംസ് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് ലഞ്ച് ബ്രേക്കിന് ശേഷം കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സായ 2 അശ്വതിമാർക്കായിരുന്നു. അപ്പോൾ ഇവർക്ക് കിട്ടിയ ടാസ്ക് ലെമൺ ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് കഴിക്കണം എന്നതായിരുന്നു. ഒരാൾ കഴിച്ചു കഴിഞ്ഞു. അടുത്ത ടാസ്ക് കിട്ടിയത് എനിക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഈ ബോക്സിനുള്ളിൽ എന്താണെന്ന് പറയണമെന്നായിരുന്നു ടാസ്ക്. പിന്നെ വേറൊരു ടാസ്ക് രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ ചെയ്തില്ലായിരുന്നു. ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ക്ലാസിക്കൽ സോങ്ങിന് ബ്രേക്ക് ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിക്കണം എന്നതായിരുന്നു. പക്ഷേ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ആ ടാസ്ക് ചെയ്തില്ല. പ്ലേറ്റ് കപ്പ് തേങ്ങയാണ്, അരച്ച തേങ്ങ പോലെയുണ്ട്. തൈരോ വിജയിച്ചിരിക്കുന്നത് തൈരാണ്. അടുത്ത ടാസ്ക് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സായ ശില്പയ്ക്കും അരുണിമയ്ക്കും ആയിരുന്നു. ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ലെമൺ കഴിക്കണം എന്നതായിരുന്നു ടാസ്ക്.
പിന്നെ അടുത്തതൊരു ടാസ്ക് ആയിരുന്നു. ഇവർക്ക് 3 പേർക്കും ഡാൻസ് ചെയ്യാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പരിപാടികളും ടാസ്കൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഫീഡ്ബാക്ക് പറയലാണ്. അപ്പോൾ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോളേജിലെ ഷക്കീബൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവരെ കാണില്ല, ഓഡിയൻസ് വ്യക്തമായിട്ട് കാണില്ല. ഓക്കെ, താങ്ക് യു. നിലവിൽ പാട്ട് പാടാനല്ല വിളിച്ചത്, അതുകൊണ്ട് പാട്ടിലേക്ക് പോകുന്നില്ല. പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് അറിയിക്കാനാണ്. ഒറ്റ വാക്കിൽ സൂപ്പർ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നില്ല. സൂപ്പർ ആയിട്ടില്ലേ? ഓക്കെ. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ജനറൽ ബാച്ചിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പേരെടുത്ത് പറയേണ്ട 1-2 ആളുകളുണ്ട്. ഒന്ന് പൂജ ചേച്ചിയാണ്. പിന്നെ അതുപോലെ നമ്മുടെ എല്ലാമായ ലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷ്മി ചേച്ചിയും ഉണ്ട് കേട്ടോ. ഗായ്സ്, അടുത്തതായിട്ട് DJ ആണ്. DJ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.